ഒരു സൈക്കോളജിസ്റ്റ് ആയതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന ഒരു കാര്യമായിരുന്നു. ആക്ച്വലി നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ട്. നമ്മളിപ്പോൾ ലോനെ കുറിച്ചാണെങ്കിലും നിയമങ്ങളെക്കുറിച്ചാണെങ്കിലും നമ്മളൊരു ലോയർ അല്ലെങ്കിൽ പോലും അത്യാവശ്യ നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസിൻ്റെ കാര്യം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. ഫിസിയോളജിക്കൽ ഹെൽത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളൊരു സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അത് വലിയൊരു കുറവായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ക്ലയൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഇവർക്ക് ആർക്കും വേണ്ടത് ഒരു അഡ്വൈസോ സൊല്യൂഷൻസോ ടെക്നിക്സോ ഒന്നുമല്ല പലപ്പോഴും വേണ്ടത്. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദംസെൽവ്സ് ആണ്. അവർക്ക് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, എൻ്റെ പെരുമാറ്റം എന്താ ഇങ്ങനെ പോകുന്നത്, എനിക്കെന്താ ദേഷ്യം പിടിച്ചു വയ്ക്കാൻ പറ്റാത്തത്, എനിക്ക് എൻ്റെ പാർട്ട്ണറിനെ മനസ്സിലാക്കാൻ പറ്റാത്ത, ഇങ്ങനെ പല കാര്യങ്ങളും ചോദ്യങ്ങളാണ്. ഒരുപാട് അൺസർട്ടനിറ്റീസ് ആണ് മനസ്സിലുള്ളത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പനി പിടിക്കുന്നു, അത് പനിയാണ്, അതിൻ്റെ സിംറ്റംസ് കാണുമ്പോൾ അത് പനി തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. സോ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇനി എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ബേസാണ് അവിടെ നമുക്ക് ആ ഒരു എന്താണ് നമുക്ക് സംഭവിക്കുന്നത് മനസ്സിലാകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് ഒരു അസ്വസ്ഥത വരുമ്പോഴും അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കിട്ടുമ്പോൾ നമുക്ക് വളരെ ഒരു ആശ്വാസം വരും, ഒരു ബേസാവും. ഇനി അവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടാവും. ഇപ്പോൾ ഈ സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മാത്രമല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ പല പൊസിഷനിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും അതിൽ ഒരാൾക്ക് ഇല്ലാതെ പോകുമ്പോൾ ചിലപ്പോൾ സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ അയാളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് എഫക്റ്റഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പാരൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു അഡോളസെൻറ്റിൻ്റെ സൈക്കോളജി പലപ്പോഴും മനസ്സിലായില്ലെങ്കിൽ ആളുടെ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ആൾക്ക് മനസ്സിലാവാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്ക് റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലായില്ല എൻ്റെ പാർട്ട്ണർ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. ഇതൊക്കെ പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളിലോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് ഒരു ബേസിക് സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും ആവശ്യമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്.